എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ബിഗ് ബോസ് ഷോ ഏകദേശം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തി നിൽക്കുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് ലാസ്റ്റ് നമുക്കറിയാം അൻസിബ എവിക്റ്റഡായി. അപ്പോൾ അൻസിബ എവിക്റ്റഡായി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അൻസിബേനെ നമുക്കൊരു ഗ്രാൻഡ് ഫിനാലെ വരെ പ്രതീക്ഷിക്കാമായിരുന്നു. എന്നാൽ ബിഗ് ബോസ് അതിനെ സമ്മതിച്ചില്ല. അൻസിബേനെ എടുത്തവർ പുറത്ത് കളഞ്ഞു. നമ്മൾക്കറിയാം ഈ സീസൺ 6 ബിഗ് ബോസ് ശരിക്കും ഒരു ഫേക്ക് ഷോയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റിയത്. കാരണം നമുക്കറിയാം അവർ തലങ്ങ് വിലങ്ങ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരൊരു ജെനുവിനായിട്ട് ബിഗ് ബോസിൻ്റെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഷോ ഡയറക്ടർ അടക്കമുള്ളവരൊരു ജെനുവിനായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇത്രയും ഒരു വെറുപ്പ് തോന്നത്തില്ലായിരുന്നു. പക്ഷേ ഇവർ ശരിക്കും ജാസ്മിന് വേണ്ടി മാത്രം ഈ ഷോ കളിപ്പിക്കുന്നത് പോലെയാണ് നമ്മൾക്കൊക്കെ തോന്നിയിരിക്കുന്നത്. കാരണം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ എല്ലാ കാര്യത്തിനും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു, ജാസ്മിനെ ഫയർ ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും അധികം ഫേവർ അവർ ജാസ്മിനോട് കാണിക്കുന്നത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രേക്ഷകർ വിഡ്ഢികളൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇവരതൊന്നും ഗൗനിക്കുന്നില്ല. ഇവർക്ക് എന്തെങ്കിലും ഹിഡൻ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇവർ ജാസ്മിനെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ, പക്ഷേ ഇതൊരു പബ്ലിക് ഷോ ആയതുകൊണ്ട് ഇവർ ബാക്കിയുള്ള മത്സരാർത്ഥികളും ഉള്ളതുകൊണ്ട് അവരെയും കൂടെ ഒരു കണക്കിലെടുക്കണം. കാരണം എല്ലാവരോടും ഒരുപോലെ പെരുമാറുമ്പോഴാണ് ആ ഷോ അതിൻ്റെ എന്നേക്കുമായിട്ടുള്ള വിജയത്തിലെത്തുന്നത്. പക്ഷേ അതിനെന്തോ ഇതിൻ്റെ പിന്നിലിരിക്കുന്ന പൊട്ടന്മാർക്ക് അതിനുള്ള ബുദ്ധിയില്ല. അവരെന്തൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി കളിക്കുന്നു, അത്രയേ ഉള്ളൂ അതിനകത്തെ അർത്ഥം. പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ കുറേ പൊട്ടന്മാരായ നമ്മളെപ്പോലുള്ളവരൊക്കെ ഞാൻ കാണുന്നൊന്നുമില്ല. ഞാനിതിൻ്റെ പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണുന്ന റിവ്യൂസ് കുറച്ചൊക്കെ കണ്ടു. ആദ്യ സമയങ്ങളിലൊക്കെ അത് കണ്ടതോടെ എനിക്ക് വെറുപ്പായി. കാരണം ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി ഇത് ജാസ്മിന് വേണ്ടിയാണ് ഇവർ കളിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഷോ അങ്ങനെ അധികം കാണാറുമില്ല. അതിനുവേണ്ടി എൻ്റെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യാറുമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ അൻസിബ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അവൾക്ക് അവിടെ നിൽക്കുവാൻ ഉള്ള യോഗ്യതയും ഉണ്ടായിരുന്നു. ഒരു ഗ്രാൻഡ് ഫിനാലെ വരെയെങ്കിലും അൻസിബേനെ എത്തിക്കാമായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ബിഗ് ബോസിൻ്റെ ഇതിനകത്തെ കള്ളക്കളി എന്താണെന്ന് വെച്ചാൽ അൻസിബയ്ക്ക് വോട്ട് കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഇവർക്ക് അൻസിബേനെ അവിടെ നിർത്തിക്കൊണ്ട്, കാരണം നമ്മളാരും കാണുന്നില്ല വോട്ട് ആർക്ക് കിട്ടുന്നു ആർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മളാരും അറിയുന്നില്ല. ഇത് അവർ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ അറിയുന്നില്ല. പൊട്ടന്മാരായ നമ്മളിത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സത്യം. എനിവേ, അപ്പം അൻസിബേനെ അവർ അപ്പം തന്നെ എടുത്ത് ദൂരോട്ട് കളഞ്ഞു. ഇനി അടുത്തത് നോക്കിക്കോ, ജിൻഡോനെ എടുത്ത് കളയും. എന്നിട്ട് പിന്നെ കുറച്ച് ഈ തുരപ്പായിട്ടുള്ള ഈ ജാസ്മിൻ, പിന്നെ എന്താ പറയുക, ഇങ്ങനെ കുറച്ച് ടീംസിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് കപ്പ് ജാസ്മിന് കൊടുക്കും. അതാണ് ഇനി ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന മരമണ്ടൻ, ഇവൻ്റെ വിചാരം ഈ ആൾക്കാർ മുഴുവൻ വിഡ്ഢികളാണ്, ആൾക്കാർ മുഴുവൻ പൊട്ടന്മാരാണെന്നാണ് ഇവരുടെ വിചാരം. ഓക്കെ, അവരങ്ങനെ കൊണ്ടുപോകട്ടെ. എത്ര നാൾ ഇങ്ങനത്തെ ഈ ഫേക്ക് ഷോ കൊണ്ട് ഇയാൾ മുന്നോട്ട് പോകുന്നു നമുക്കറിയത്തില്ലല്ലോ. നമുക്ക് നോക്കാം. എനിവേ, അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താ പറയുക, ഈ വോട്ട് അവൾ ജയിക്കുകയേ ചെയ്യരുതെന്ന് എന്നെപ്പോലെയുള്ളവർ ആഗ്രഹിക്കാൻ കാരണം ഇവളെ വെച്ചിട്ട് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന മെയിൻ വ്യക്തി ഇവളുടെ ഉപ്പയാണ്. അപ്പോൾ ഉപ്പയുടെ ചരിത്രം നമ്മൾക്കറിയാം. ശരിക്കും മകളെ വിറ്റ് കാശാക്കുന്ന ഒരു തേർഡ് റേറ്റ് ഫ്രോഡ് എന്ന് അയാളെ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അയാളിന് കേസും കൂസും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെന്നൊക്കെ കേട്ടോ. അയാൾ എന്ത് കോപ്പ് കൊടുത്താലും നമുക്കൊരു വിഷയമില്ല, അത് വേറെ വിഷയം. പിന്നെ അപ്പോൾ ഇയാളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ മകളെ വെച്ച് പൈസ ഉണ്ടാക്കുക. മകളുണ്ടാക്കുന്ന പൈസ വെച്ചിട്ട് ഇയാളുണ്ടാക്കിയ 50 ലക്ഷത്തിൻ്റെ കഥയൊക്കെ നമ്മൾ അറിഞ്ഞു. 50 ലക്ഷം കടം വന്നതും അത് ഈ പെണ്ണിനെ കൊണ്ട് വീട്ടിപ്പിച്ച കഥയൊക്കെ നമുക്കറിയാം. ശരിക്കും ജാസ്മിൻ അതിൽ സഹതാപം അർഹിക്കുന്നുണ്ട്. കാരണം ഇയാളുടെ ഈ ഒരു ചീട്ട് കളിച്ച് പൈസ നശിപ്പിച്ച ഒരു തന്തയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കി ആ കടം വീട്ടാനൊക്കെ ആ പെണ്ണ് കഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് അറിയാം. അതിൻ്റെ കഷ്ടപ്പാട് അതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ എന്നിട്ടും അയാൾക്ക് ഒരു ഉളുപ്പുമില്ലാതെ, ഒരു നാണവും ഇല്ലാതെ അയാൾ ഏതാണ്ടൊക്കെ വലിയ കാര്യങ്ങൾ അങ്ങ് ചെയ്യുവാണ്. അയാളുടെ മകളെ അയാൾ ഏതാണ്ട് വലിയ IAS IPS വിട്ടേക്കുന്ന കളിയാണ് അയാൾ ബാക്കി കിടന്നിട്ട് കളിക്കുന്നത്. എന്നിട്ട് ഈ വ്യക്തിക്ക്, അതായത് ഈ ജാസ്മിനെ കപ്പടിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇതിൻ്റെ പിറകിലുള്ള ഈ തന്തയായിരിക്കും. ഇയാളെന്ന് വെച്ചാൽ കുടുംബം നോക്കുന്ന നല്ല മനുഷ്യനാണെങ്കിൽ ഓക്കെ, മകളുടെ, അതായത് 23 വയസ്സുള്ള സ്വന്തം മകളുടെ പൈസ വെച്ച് മാത്രം ഞണ്ണാനിരിക്കുന്ന അയാളെ വിചാരിച്ചിട്ടാണ് ജാസ്മിന് കപ്പ് കിട്ടരുതെന്ന് പോലും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുവാനുള്ള മെയിൻ കാരണം. രണ്ടാമത്, അതിനകത്ത് ജാസ്മിനെ അവർ ഫേവർ ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുവാണ്. ജാസ്മിന് ബിഗ് ബോസിൻ്റെ സപ്പോർട്ട് കൊണ്ട് ജാസ്മിന് എന്തും പറയാം, എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് ജാസ്മിൻ അവിടത്തിനകത്ത് കിടന്നിട്ട് കളിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ ഭയമാണ്. നമുക്കറിഞ്ഞുകൂടാ
ഇവരുടെ ഫോണ്, ഇവരുടെ സകല സാധനങ്ങളും ഇവർ മേടിച്ച് വെച്ച് കുറേ ഗുണ്ടകളുടെ നടുവിലാണ് ഇവർ പോയി നിൽക്കുന്നത്. അപ്പോൾ ഇവർക്കതിൻ്റെ പുറത്തിറങ്ങുന്നിടം വരെ ഇവർക്ക് ഇവരുടെ ജീവനിൽ പേടിയുണ്ട്. അതുകൊണ്ടാണ് ബാക്കി അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ മൗനമായിട്ട് നിൽക്കുന്നതും ജാസ്മിൻ മാത്രം കിടന്ന് കളിക്കുവാനുള്ള കാരണം. ഇത് റിയൽ ഷോയൊന്നുമല്ല അവിടെ നടക്കുന്നത്. ജാസ്മിനെ കഴിഞ്ഞ് മിടുക്കരായിട്ട് കളിക്കാനും മിടുക്കരായിട്ട് വർത്തമാനം പറയാനും പറ്റുന്നവരൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു ഭയമാണ്. കാരണം അവർക്കറിയാം ഇതിൻ്റെ റിയാലിറ്റി, ഇതിൻ്റെ പിന്നിലുള്ള ഈ ഷോ ഡയറക്ടറും ഇയാളുടെ പിന്നിലുള്ള ഗുണ്ടകളെക്കുറിച്ചൊക്കെ ഇവർക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ മിണ്ടാതെ നിൽക്കുകയും ഈ ബിഗ് ബോസിൻ്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കറിയാം ബിഗ് ബോസിനെതിരെ പറഞ്ഞവരെയൊക്കെ ഇവർ പുറകെ ആളെ വിട്ട് ഇവർ ഓരോ പകൽമാരാർക്കെതിരെ സിബിനെതിരെ ഒക്കെ ഇവരിങ്ങനെ പുറകെ ആളെ വിട്ട് അവരുടെ പുറകെ കിടന്നുകൊണ്ട് കളിക്കുന്നുണ്ട് ഈ ബിഗ് ബോസിൻ്റെ ടീം. അപ്പം ഇവർ എത്രമാത്രം ഇതിനകത്ത് ഗുണ്ടകൾ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനകത്തുള്ള മത്സരാർത്ഥികൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് അതിനകത്ത് അവർ പ്രതികരിക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് തന്നെ പ്രതികരിക്കാം. എന്തുകൊണ്ടാണ് ജാസ്മിന് മാത്രം നിങ്ങൾ ഫേവർ കൊടുക്കുന്നത് ഇവർക്ക് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമില്ല. ഇവർക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ട് ഭയം കൊണ്ട്, ഇവരുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് ഇവർക്കത് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജാസ്മിൻ കിടന്നുകൊണ്ട് കളിക്കുന്നു, ബിഗ് ബോസ് അവളെ കിടന്നുകൊണ്ട് കളിപ്പിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ശരിക്കും ഒരു ഫേക്ക് ഷോയാണ്. ഇതിനകത്തെ കപ്പ് കിട്ടുന്നത് പോലും റിയലായിട്ടുള്ള ഒരു വ്യക്തിക്ക് കിട്ടത്തില്ല. അവരെ ജാസ്മിന് തന്നെ കൊടുത്ത് നോക്കി. ഇവർക്ക് എന്തെന്നാ, കാരണം യാതൊരു വിധത്തിലുള്ള മൂല്യവുമില്ലാത്ത ആൾക്കാർക്ക്, ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള മൂല്യവുമില്ലാത്ത ബിഗ് ബോസ് പോലെയുള്ള ആൾക്കാർക്ക് നാട്ടുകാരെന്ത് പറഞ്ഞാലും അവർക്കതൊരു വിഷയമല്ല. അവർ ഇനിയും, കാരണം ഇതിനകത്ത് ഇവർ എന്തൊക്കെ ഇത്രയും വൃത്തികെട്ട ഒരു ഷോ ആയിട്ട് ഇത് മാറി. ഇപ്പം ഈ സീസൺ 6 ഇത് ഇത്രയും വലിയൊരു വൃത്തികെട്ട ഷോയാണെന്ന് നമ്മൾക്കൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അപ്പം എന്നിട്ടും അതിനകത്ത് കാണാനും പങ്കെടുക്കാനും ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇവരിത് മുന്നോട്ട് കൊണ്ടുപോകും. അവർക്കറിയാം ഇത്രയേ ഉള്ളൂ, എന്തൊക്കെ കളിച്ചാലും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറഞ്ഞതുപോലെ കുറച്ച് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഇതിനകത്ത് കയറി കളിക്കാനും ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് ഇവർക്ക് ഷോ കുറച്ചു നാൾ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ധാർഷ്ട്യം ഇവർക്കുണ്ട്. അതുകൊണ്ട് ഇതൊരു സത്യസന്ധമായ ഷോ ആയിട്ട് ഇവർ മുന്നോട്ട് പോകത്തില്ല. എനിവേ ഈ ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ഞാനിവിടെ നിർത്തുകയാണ്. കാരണം ഇത്രയും ഒരു വൃത്തികെട്ട ഷോയെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ ടൈമും നമ്മുടെ വിലയേറിയ ഡാറ്റയൊക്കെ നമ്മളിങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എനിവേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.